അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഒരു ചെറിയ വീഡിയോയാണ്, ആരും തട്ടിമാറ്റി പോകരുത്. പൂർണ്ണമായും കേൾക്കുക, നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയാണിത്. ആയത്തുൽ കുർസി ഓതാൻ അറിയാത്ത ആളുകൾ ചുരുക്കമായിരിക്കും. എന്നാൽ വെള്ളിയാഴ്ച അസ്ർ നിസ്കരിച്ച ശേഷം 17 തവണ നിങ്ങൾ ആയത്തുൽ കുർസി പാരായണം ചെയ്യുക. വെള്ളിയാഴ്ച അസ്ർ നിസ്കാര ശേഷം മഗ്‌രിബിന് മുമ്പായിക്കൊണ്ട് 17 തവണ ഒരാളോടും ഓതുന്നതിനിടയിൽ സംസാരിക്കരുത്. സംസാരിക്കാതെ 17 തവണ നിങ്ങൾ പാരായണം ചെയ്തിട്ട് നിങ്ങളുടെ മനസ്സിൽ നേടിയെടുക്കേണ്ട ആഗ്രഹമേതാണോ, ഉദ്ദേശമെന്താണോ അത് മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഫലം ലഭിക്കുമെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെള്ളിയാഴ്ച അസ്റിന് ശേഷം നിങ്ങൾ ആയത്തുൽ കുർസി ഇപ്രകാരം പാരായണം ചെയ്യുക. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഉദ്ദേശിച്ച ഫലം അല്ലാഹു തആല നൽകും. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആയത്തോതിയിട്ടാണ് നാം ചോദിക്കുന്നത്. അല്ലാഹു തആല തട്ടിമാറ്റുകയില്ല. രണ്ടാമത്തെ ഒരു കാര്യം പറയുന്നത്, നമുക്ക് ആയത്തുൽ കുർസി ഓതുന്നവരാണല്ലോ, അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം നേടിയെടുക്കണം. അതല്ലെങ്കിൽ നമ്മൾ വലിയ ഒരു വിഷമത്തിൽ അകപ്പെട്ടിട്ടുണ്ട്, അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണം. ഇങ്ങനെയുള്ള ആളുകൾ ആയത്തുൽ കുർസി പൂർണ്ണമായും ഒരു തവണ ഓതിയിട്ട് അതിൻ്റെ അവസാനത്തെ ഭാഗം വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയുൽ അലീം, വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയുൽ അലീം, ഇങ്ങനെ ആ ഭാഗം മാത്രം 70 തവണ പാരായണം ചെയ്തിട്ട് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ട് നീങ്ങിക്കിട്ടണം, അതല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം നേടിയെടുക്കണം, അത് കിട്ടണമെന്ന ഉദ്ദേശത്തോടുകൂടി നിങ്ങൾ ദുആ ചെയ്തു നോക്കൂ. നിങ്ങൾക്ക് പൂർണ്ണമായ ഫലം ലഭിക്കും. ഇഖ്ലാസോടെ, ആത്മാർത്ഥതയോടെ നാം ചെയ്യുക. ഈ രണ്ട് കാര്യങ്ങളും അല്ലാഹു തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വീഡിയോക്ക് നിങ്ങളൊരു ലൈക്ക് ചെയ്യുക, ഒരു മാഷാ അല്ലാഹ് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്തു കൊടുക്കുക. ചെറിയ വീഡിയോയാണല്ലോ, ഒരുപാട് കോമഡി വീഡിയോസും മറ്റൊക്കെ നാം കാണുന്നവരല്ലേ. അപ്പോൾ ഈ ചെറിയ അമൽ എല്ലാവരിലേക്കും ഷെയർ ചെയ്തു കൊടുക്കുക. അവർ ചെയ്യുന്നത് പോലത്തെ ഒരു ഫലം നിങ്ങൾക്കും ലഭിക്കും. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും നന്നാക്കി തരുമാറാകട്ടെ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.